عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. الصلاة والسلام على سيدنا المرسلين وعلى آله وصحبه أجمعين. أما بعد، رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. نريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب. Hi guys, we are going to study another part of TNC, translation and composition. Today we are discussing about how we can make a paragraph and how we can translate a complete paragraph into other language. Okay, are you ready? Are you catching me? Okay. الفصل الثاني الوحدة الأولى ترجمة القصص القصيرة. ചെറിയ ചുരുങ്ങിയ ഷോർട്ട് സ്റ്റോറികൾ ട്രാൻസ്ലേറ്റ് ചെയ്യുക എന്നതാണ്. അയ്ഹത്തുല്ലാബ്, അല്ലയോ വിദ്യാർത്ഥികളെ, ഹൽ തദ്കുറൂന അസ്സഅ അല്ലത്തി ബദഅന ബിത്തർജുമത്തി വത്തർകീബ്, ഈ TNC തുടങ്ങിയ ആ സന്ദർഭം, സമയം നിങ്ങൾ ഓർക്കുന്നുണ്ടോ? മാ കുന്ന ആലിമീന, നാം അറിയുന്നവരായിരുന്നില്ല, ബി കസീരിൻ മിനൽ അൽഫാദി, കൂടുതൽ പദങ്ങളൊന്നും അറിയുന്നവരായിരുന്നില്ല. മാ കുന്ന ഖാദിരീന ബി തർജുമത്തിൽ ജുമലി, സെൻറ്റൻസുകൾ ട്രാൻസ്ലേറ്റ് ചെയ്യാൻ കഴിവുള്ളവരുമായിരുന്നില്ല നാം. ഫൽ ആന മാഷാ അല്ലാഹ്, മാഷാ അല്ലാഹ്, ഇപ്പോൾ ഖദ് തവാഫറത്ത് ഇന്ധന, നമ്മളടുത്ത് വർദ്ധിച്ചിട്ടുണ്ട്, കൂടുതലായിട്ടുണ്ട്, സർവത്തുൽ അൽഫാദി, പദങ്ങളുടെ സമ്പത്ത്. വ മലക്കത്തു തെർക്കീബിൽ ജുമലി, സെൻറ്റൻസുകളെ ഉണ്ടാക്കുന്നതിൻ്റെ കഴിവും, തെർക്കീബ് പറഞ്ഞാൽ നിർമ്മിക്കുക, വ മലക്കത്തു തെർക്കീബിൽ ജുമലി, ജുംലകളെ നിർമ്മിക്കാനുള്ള കഴിവും, മലക്കത്ത് എന്ന് പറഞ്ഞാൽ കഴിവ്. പിന്നെന്തും വ തർജുമതിഹ, ഈ ജുംലകളെ ട്രാൻസ്ലേറ്റ് ചെയ്യാനുള്ള കഴിവും നമ്മടുത്ത് വർദ്ധിച്ചിട്ടുണ്ട്. വഖദ് ബക്കിയത് ഇന്ധന, നമ്മടുത്ത് അവശേഷിച്ചിട്ടുണ്ട്. ഇനി ബാക്കിയുള്ളത് എന്താ വെച്ചാൽ ബഅദു മിനൽ അൽഫാദി ശാഇഅ, വഖദ് ബക്കിയത് ഇന്ധന, നമ്മളടുത്ത് ശേഷിച്ചിട്ടുണ്ട്. ബഅദു മിനൽ അൽഫാദി ശാഇഅത്തുൽ ഇസ്തിഖ്ദാം, വ്യാപകമായി ഉപയോഗിക്കുന്ന ചില പദങ്ങൾ നമ്മുടെ അടുത്ത് ശേഷിച്ചിട്ടുമുണ്ട്. അഷാഇഅ എന്ന് പറഞ്ഞാൽ വ്യാപകമായ, ഇസ്തിഖ്ദാം എന്ന് പറഞ്ഞാൽ ഉപയോഗിക്കുക. അപ്പോൾ അഷാഇഅത്തുൽ ഇസ്തിഖ്ദാം എന്ന് പറഞ്ഞാൽ, ഷാഇഉൽ ഇസ്തിഖ്ദാം എന്ന് പറഞ്ഞാൽ വ്യാപകമായി ഉപയോഗിക്കുക എന്നർത്ഥം. അപ്പോൾ വ്യാപകമായി ഉപയോഗിക്കുന്ന ചില പദങ്ങൾ നമ്മളടുത്ത് അവശേഷിച്ചിട്ടുണ്ട്. അപ്പോൾ അത് നമ്മൾ പഠിക്കും ഇൻഷാ അല്ലാഹ്. അപ്പോൾ അതും കൂടി പഠിക്കാണ്ടെന്നർത്ഥം. ഖബല അൻ നബ്ദഅ ബിഹ, അവയെ തുടങ്ങുന്നതിന് മുമ്പ്, ആ പദങ്ങൾ തുടങ്ങുന്നതിന് മുമ്പ്, ഇൻഷാ അല്ലാഹ് നുമാരിസു, നമ്മൾ പരിശീലിക്കുകയാണ്, നമ്മൾ ട്രീറ്റ് ചെയ്യുകയാണ്, പരിചരിക്കുകയാണ്. എന്തിന്? ബി തർജുമത്തിൽ ഫിഖറ, ഒരു സെൻറ്റൻസ് എങ്ങനെ ട്രാൻസ്ലേറ്റ് ചെയ്യാം എന്ന് നമ്മൾ പരിശോധിക്കുകയാണ്. നുമാരിസു എന്ന് പറഞ്ഞാൽ ചികിത്സിക്കുക എന്നൊക്കെ ശരിക്കും അർത്ഥം. അങ്ങനെ ആകുമ്പോൾ ഫതഅലു ഹിമ്മത്തുന, നമ്മുടെ ആ മനക്കരുത്ത്, കോൺഫിഡൻസ് എന്താവും? ഉയരും. ഫി ഫന്നി തർജുമത്തി, ഈ തർജുമത്തിൻ്റെ വിഷയത്തിലുള്ള കലയിൽ നമ്മുടെ ഹിമ്മത്ത് എന്താവും? ഉയരും. അപ്പോൾ മുമാരസത്തി ലുഗത്തുകളെ നമ്മൾ പെരുമാറുന്നതിലുമുള്ള നമ്മുടെ ഹിമ്മത്ത്, കോൺഫിഡൻസ്. മുമാരസത്ത് എന്ന് പറഞ്ഞാൽ ട്രീറ്റ് ചെയ്യുക, പെരുമാറുക എന്നൊക്കെ അർത്ഥം. അപ്പോൾ ഇതിൻ്റെ ലക്ഷ്യം എന്താണ്? ഫി നിഹായത്തിൽ വഹദ അസ്തതിഉ ഇൻഷാ അല്ലാഹ് അൻ അഖറഅൽ ഫിഖറത വ അഫ്ഹമ വ ഉതർജിമൽ ഫിഖറത സ്വഗീറ, ഇതിൻ്റെ അവസാനത്തിൽ ഒരു പാരഗ്രാഫ് വായിച്ച് മനസ്സിലാക്കാൻ എനിക്ക് കഴിയും. രണ്ടാമത്തേത്, ഒരു ചെറിയ പാരഗ്രാഫ് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ എനിക്ക് കഴിയും എന്നതാണ് ഇതിൻ്റെ ലക്ഷ്യങ്ങൾ ഇൻഷാ അല്ലാഹ്. ഇഖറ ഹാദിഹിൽ ഫിഖറത, താഴെ വരുന്ന, ഇനി അപ്പുറത്തെ പേര് നോക്ക്. ഇഖറ ഹാദിഹിൽ ഫിഖറ, ഈ പാരഗ്രാഫ് വായിക്കുക. വ തർജുമതഹ, പിന്നെന്തിനേയും അതിൻ്റെ ട്രാൻസ്ലേഷനും വായിക്കുക. ഇൻജലീസിയ, ഇംഗ്ലീഷിലുള്ള അതിൻ്റെ ട്രാൻസ്ലേഷനും വായിക്കുക. വഫഹം ഉസ്ലൂബ തർജുമതി, ആ തർജുമയുടെ രീതി നീ മനസ്സിലാക്കുക. വഅരിഫ്, നീ മനസ്സിലാക്കുക, തിരിച്ചറിയുക. അൽ അൽഫാദ് അല്ലത്തി ലം തത്തലി അലൈഹ മിൻ ഖബൽ, നിനക്ക് മുമ്പ് അറിയാത്ത ആ പദങ്ങളെ നീ എന്താകുക? മനസ്സിലാക്കുകയും ചെയ്യുക. ലം തത്തലി അലൈഹ, നീ അതിൻ്റെ മേൽ വെളിവായിട്ടില്ല. മിൻ ഖബൽ, മുമ്പ് എന്ന് പറഞ്ഞാൽ നിനക്ക് മുമ്പ് അറിയാത്ത പദങ്ങളെ നീ തിരിച്ചറിയുകയും ചെയ്യുക. ഇസ്തൈഖദ അസ്ലമുൻ മിനൻ നൗമി മുബക്കിറ, ഇസ്തൈഖദ അസ്ലമുൻ, അസ്ലമു ഉണർന്നു, മിനൻ നൗമി, ഉറക്കിൽ നിന്നും, മുബക്കിറൻ, നേരത്തെ ഉണർന്നു. ഫനല്ലഫ അസ്നാനഹു, അങ്ങനെ അവൻ തൻ്റെ പല്ലുകൾ വൃത്തിയാക്കി.
വഹൊസല വജുഹു അവൻ്റെ മുഖം കഴുകി, വയദേഹി അവൻ്റെ ഇരു കരങ്ങളെയും കഴുകി, സുമ്മസ്തഹമ്മ പിന്നെ അവൻ കുളിച്ചു, തവല്ല അവൻ ഉദു ചെയ്തു, വസല്ല അവൻ നിസ്കരിച്ചു. ഫഖാന അഹൂഹു സാലിമുൻ അവൻ്റെ സഹോദരൻ സാലിമായിരുന്നു, യഖറ ഉദ്ദർസ പാഠം വായിക്കുന്നവനായിരുന്നു, വയക്തുബു തംബ്രീനാത്തി തെംബ്രീനുകളെ എക്സസൈസുകളെ എഴുതുന്നവനുമായിരുന്നു. ഷരീബ ചായ ഇവനെന്തായി അസ്ലം ചായ കുടിച്ചു, വർത്തത വസ്ത്രം ധരിച്ചു, വസല്ലമ അവൻ സലാം ചൊല്ലി അല വാലിദൈഹി തൻ്റെ മാതാപിതാക്കളുടെ മേൽ, സുമ്മദഹബൈലൽ മദ്രസ പിന്നെ മദ്രസയിലേക്ക് പോവുകയും ചെയ്തു. ഇതിൻ്റെ ട്രാൻസ്ലേഷൻ എങ്ങനെയാണ്? Aslam woke up from his sleep very early, then cleaned his teeth, washed his face and hands, and then took a bath. After that, he did ablution and prayed. Meantime, his brother Salim was reading a chapter and writing the exercises. He then drank the tea, wore his dresses, and went to school after saluting his parents with salam. അർത്ഥം മനസ്സിലായോ? അസ്ലം വോക്കപ്പ് ഫ്രം ഹിസ് സ്ലീപ്പ് തൻ്റെ ഉറക്കിൽ നിന്നും അസ്ലം ഉണർന്നു, വെരി ഏർലി വളരെ നേരത്തെ. ദെൻ അങ്ങനെ ക്ലീനഡ് ഹിസ് ടീത്ത് അവൻ്റെ പല്ലുകൾ വൃത്തിയാക്കി, വാഷ്ഡ് ഹിസ് ഫേസ് മുഖം കഴുകി, ആൻഡ് ഹാൻഡ്സ് കൈകളും കഴുകി, ആൻഡ് ദെൻ ടുക്ക് എ ബാത്ത് അങ്ങനെ ഒരു കുളി കുളിച്ചു. ആഫ്റ്റർ ദാറ്റ് അതിനുശേഷം ഹി ഡിഡ് അബ്ലൂഷൻ അവൻ വുളൂ ചെയ്തു, ആൻഡ് പ്രൈഡ് നിസ്കരിച്ചു. മിൻ ടൈം ഇതേ സമയം ഹിസ് ബ്രദർ സാലിം വാസ് റീഡിങ് എ ചാപ്റ്റർ അവൻ്റെ സഹോദരൻ സാലിം ഒരു പാഠം വായിക്കുകയായിരുന്നു, ആൻഡ് റൈറ്റിംഗ് ദ എക്സർസൈസ് അവൻ്റെ എക്സസൈസുകൾ എഴുതുകയും ചെയ്യുകയും തമ്പീനുകളെ എഴുതുകയും ചെയ്യുകയായിരുന്നു. ഈ അസ്ലം ദെൻ അങ്ങനെ ഡ്രാങ്ക് ദ ടീ ചായ കുടിച്ചു, വോർ ഹിസ് ഡ്രസ്സസ് അവൻ്റെ വസ്ത്രങ്ങൾ ധരിച്ചു, ആൻഡ് വെൻ ടു സ്കൂളിലേക്ക് പോയി. ആഫ്റ്റർ സല്യൂട്ടിങ് ഹിസ് പാരൻസ് അവൻ്റെ രക്ഷിതാക്കളെ അഭിവാദ്യം ചെയ്ത ശേഷം, വിത്ത് സലാം കൊണ്ട് അഭിവാദ്യം ചെയ്ത ശേഷം. ഇനി താഴെയുള്ള ആ ചെറിയ പാരഗ്രാഫ് വായിച്ച് അതിനെ ഇംഗ്ലീഷിലേക്ക് നിങ്ങൾ ട്രാൻസ്ലേറ്റ് ചെയ്യുക. ഹമാമത്തുൻ ഒരു പ്രാവ്, തഈഷു അത് ജീവിക്കുന്നു, അല ഷജറത്തിൻ ഒരു മരത്തിൻ്റെ മേൽ. അത്ത സയ്യാദുൻ ഒരു വേട്ടക്കാരൻ വന്നു, വനദറ ഇല ഷജറ മരത്തിലേക്ക് നോക്കി, ഫലം എറത്തൊയരൻ ഒരു പക്ഷിയെയും അയാൾ കണ്ടില്ല. ലമാ റജ അസയ്യാദു വേട്ടക്കാരൻ മടങ്ങിയപ്പോൾ, ഖറജത്തിൽ ഹമാമത്തു പ്രാവ് പുറപ്പെട്ടു, മിനശ്ശജറ മരത്തിൽ നിന്നും, വഗന്നത് അതെന്തായി പാട്ടുപാടി. ഫറമ സയ്യാദു ബിസ്സഹമി അപ്പോൾ വേട്ടക്കാരൻ തൻ്റെ അമ്പ് കൊണ്ട് എറിഞ്ഞു, അസ്ഖതഹ ആ പ്രാവിനെ വീഴ്ത്തുകയും ചെയ്തു. ഫകാലത്തിൽ ഹമാമത്തു ബാക്കിയത്തിൻ അപ്പോൾ കരഞ്ഞുകൊണ്ട് പ്രാവ് പറഞ്ഞു, കാനത്ത് സലാമത്തി എൻ്റെ രക്ഷയായിരുന്നു, ഫിസ്വംതി മിണ്ടാതിരിക്കലിലായിരുന്നു, മൗനത്തിലായിരുന്നു എൻ്റെ രക്ഷ എന്ന് ആ പ്രാവ് പറയുകയും ചെയ്തു. ഇതിന് നിങ്ങൾ ഇംഗ്ലീഷിലേക്ക് എന്താകണം, മൊഴിമാറ്റം ചെയ്യണം ഇൻഷാ അല്ലാഹ്. ഇനി നോക്കുക, അൽ വഹദത്തു സാനി രണ്ടാമത്തെ യൂണിറ്റ്, മുഫ്രദാത്തുൽ മൽഅബി കളി പിന്നെ ഗ്രൗണ്ട് അല്ലേ കളിസ്ഥലത്തെ അവിടെയുള്ള അതിനെക്കുറിച്ച് പറയുന്ന മുഫ്രദുകളാണ് ആ പദങ്ങൾ, ചെറിയ ഒറ്റ പദങ്ങളാണ് ഇവിടെ നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത്. കുല്ലുന നുഹിബുൽ ലഇബ നോക്കുക, കുല്ലുന നമ്മളെല്ലാം, നുഹിബു നാം ഇഷ്ടപ്പെടുന്നു, അൽ ലഇബ കളി ഇഷ്ടപ്പെടുന്നു, ഹുവ ആ കളി, യർസുഖുന നമുക്ക് നൽകുന്നു, അൽ മസീദ ധാരാളം, മിനൽ ഇൻതിആഷ് വൽ ഇർതിആഷ് ഉന്മേഷത്തിൽ നിന്ന് ധാരാളം നൽകുന്നു എന്നർത്ഥം, ധാരാളം ഉന്മേഷം നൽകുന്നു എന്നർത്ഥം. ഹുവ ആ കളി, യർസുഖുന അൽ മസീദ മിനൽ ഇൻതിആഷ് വൽ ഇർതിആഷ് ധാരാളം ഉണർവും ഉന്മേഷവും നൽകുന്നു എന്നർത്ഥം. ഇൻതിആഷ് എന്ന് പറഞ്ഞാൽ നഷാത്ത് എന്നാണ് അർത്ഥം, ഉന്മേഷം. ഇർതിആഷ എന്ന് ശരിക്കും പറഞ്ഞാൽ അർത്ഥം ഇങ്ങനെ വിറച്ചു എന്നൊക്കെയാണ്, പക്ഷെ ഇവിടെ ഉദ്ദേശം ഉന്മേഷം എന്നതാണ് കേട്ടോ. നമ്മൾ വിറക്കൂലേ, തണുത്താളിങ്ങനെ ഇങ്ങനെ പല്ലൊക്കെ കീറുമ്പോൾ ഇങ്ങനെ വിറക്കൂലേ, അതിനാണ് എന്താ പറയുക, ഇർതിആഷ എന്ന് ശരിക്കും പറയാം. വജമിഊന നമ്മളെല്ലാം കത് ലഇബന ബി മുഖ്തലഫിൻ മിനൽ അൽആബ് പലതരത്തിലുള്ള കളികൾ നമ്മൾ കളിച്ചിട്ടുണ്ട്. കത് ലഇബന ബി മുഖ്തലിഫിൻ മിനൽ അൽആബ് പലതരത്തിലുള്ള കളി നമ്മൾ കളിച്ചിട്ടുണ്ട്. വൽ ആൻ ഇപ്പോൾ ഇൻഷാ അല്ലാഹ് നതഅല്ലമു അസ്മാഅൽ അൽആബ് കളികളുടെ പേര് നമുക്ക് പഠിക്കാം. വ ആലാത്തിഹ നതഅല്ലമു അസ്മാഅൽ അസ്മായി വ ആലാത്തഹ അതിൻ്റെ ആലത്തുകളെ പഠിക്കാം. എന്തിൻ്റെ കളിയുടെ പിന്നെ ഉപകരണങ്ങൾ അതിൻ്റെ ടൂൾസ് അത് നമുക്ക് പഠിക്കാം. മാത്രമല്ല വനസ്തഅമിലുഹ നമുക്കെന്താകാം അതിനെ ഉപയോഗിക്കാം, ആ പദങ്ങളെ അതിൻ്റെ ആലത്തുകളുടെ പേരുകളൊക്കെ ഉപയോഗിക്കാം. ഈ മുഹാവറാത്തിന നമ്മുടെ സംഭാഷണങ്ങളിൽ
മിനൽ മൽഅബി അല്ലേ, പിന്നെ കളിസ്ഥലത്ത് നമുക്ക് അത് ഉപയോഗിക്കാം. മിൻ ഹാദൽ യൗം, ഈ ദിവസം മുതൽ. നുഹാവിലു അൻ നഖറഅ മിനൽ ജറാഇദിൽ യൗമിയ, ന്യൂസ് പേപ്പറുകളിൽ നിന്ന് വായിക്കാൻ നമുക്ക് പരിശ്രമിക്കുകയും ചെയ്യാം. നുഹാവിലു, നമുക്ക് പരിശ്രമിക്കാം, അൻ നഖറഅ, വായിക്കാൻ, മിനൽ ജറാഇദിൽ യൗമിയ, ന്യൂസ് പേപ്പറുകളിൽ നിന്ന്, സഫഹത റിയാദത്തി, സ്പോർട്സ് പേജ്, സഫഹത റിയാദ, സ്പോർട്സ് പേജ്, റിയാദ സ്പോർട്സ്. അപ്പോൾ ഈ യൂണിറ്റിൻ്റെ അവസാനത്തിൽ നമ്മുടെ ലക്ഷ്യം എന്താണ്? വഹദ്ദിസു വ അക്തുബു അനിൽ അൽ ആബി ഫിൽ ലുഗാത്ത്, അല്ലേ, പല ഭാഷകളിൽ കളികളെക്കുറിച്ച് നമ്മൾ എഴുതുകയും സംസാരിക്കുകയും ചെയ്യും. വാഖറഹു തഖരീർ സഹഫിയ റിയാദി, അല്ലേ, നമ്മളെന്താവും, പിന്നെ സ്പോർട്സ് പേജിലെ ആ റിപ്പോർട്ട് നമ്മളെന്താവും, വായിക്കും. അൽ മൽഅബ്, പ്ലേ ഗ്രൗണ്ട്. അൽ ലൈബ്, നോക്കുക ഇനി. അൽ ലൈബ്, ലൈബ്, ഖേൽ, 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 ഖേൽന എന്ന് പറയും കളിക്കാന്നതിന്, പ്ലേ, കളി. അൽ മൽഅബ്, ഖേൽ ഖാ മൈദാൻ, പ്ലേ ഗ്രൗണ്ട്, കളിസ്ഥലം. ക്രിക്കറ്റ്, ക്രിക്കറ്റ്, ക്രിക്കറ്റ് എന്ന് പറയാം, ക്രിക്കറ്റ്, ക്രിക്കറ്റ്, അറബിയിൽ കിരീക്കത്ത്, കിരീക്കീത്ത്, കിരീക്കീത്ത്, കിരീക്കീത്ത്. കുറത്തുൽ ഖദം, ഫുട്ബോൾ, ഫുട്ബോൾ. കുറത്തു ത്വാഇറ, വാലിബോൾ, വോളിബോൾ. കുറത്തുൽ ലദി, ഹാൻഡ്ബോൾ, ഹാൻഡ്ബോൾ. കുറത്തു സല്ല, ബാസ്കറ്റ് ബോൾ, ബാസ്കറ്റ് ബോൾ. കുറത്തു ത്വാവില, ടേബിൾ ടെന്നീസ്, ടേബിൾ ടെന്നീസ്. കുറത്തുൽ മളറബ്, ടെന്നീസ്, ടെന്നീസ്. കുറത്തുൽ മിളറബ്, അങ്ങനെ വെച്ചാൽ കുറത്തുൽ മിളറബ്, കുറത്തുൽ മിളറബ്, കുറത്തുൽ മിളറബ്. ടെന്നീസ്, ടെന്നീസ്, ടെന്നീസ് അറിയില്ലേ. ഹൗക്കി, ഹാക്കി, ഹോക്കി, ഹോക്കി അറിയില്ലേ. അൽ മുസാറഅ, കുഷ്തി, റസ്ലിംഗ്, ഗുസ്തി, ഗുസ്തി, കുഷ്തി. കഷ്ടി എന്നല്ല, കഷ്ടി എന്ന അർത്ഥം തോണി എന്നാണ് അർത്ഥം, കഷ്ടി കേട്ടോ, കുഷ്തി. സിബാഖു, മത്സരം. റൈസ്, റൈസ്, മത്സരം, പന്തയം എന്നൊക്കെ പറയില്ലേ, അങ്ങനെ പറയാം. അസിബാഹ, നീന്തൽ. തൈറാക്കി, സ്വിമ്മിങ്, നീന്തൽ. എന്താ വെച്ചാൽ തേരാക്കി എന്നാണ് വെച്ചാൽ, തേരാക്കി, തേർന്ന എന്ന് പറഞ്ഞാൽ നീന്തൽ എന്ന് പറഞ്ഞത്, തേരാക്കി, നീന്തൽ, സ്വിമ്മിങ്. അൽ ഹദഫു, ഗോൾ, ഗോൾ. അൽ ഹക്കമു എന്നാണ് വെച്ചാൽ, അൽ ഹക്കമു, റെഫറി, റഫറി. അപ്പോൾ ഇത്രയും പദങ്ങളും ഇന്ന് നമ്മൾ നോക്കുക. ഒന്നുകൂടി. സൊഫാറത്തുൻ, സീറ്റി, വിസിൽ, സൊഫാറ, വിസിലും അറിയില്ല, വിസിൽ. ഇസ്താദുൻ, സ്റ്റേഡിയം, സ്റ്റേഡിയം എന്ന് വെച്ച് ഉറുദുവിൽ സ്റ്റേഡിയം, ഇംഗ്ലീഷിൽ സ്റ്റേഡിയം, സ്റ്റേഡിയം. ഇസ്താദ് എന്ന് പറയും അറബിയിൽ. മിളറബ്, ബല്ലേ, ബാറ്റ്, ബല്ലേബാസ് എന്ന് പറഞ്ഞ ബാറ്റിംഗ്, ബാറ്റ്സ്മാൻ. കുറത്തുൻ, ഗേന്ദ്, ബോൾ, ബോൾ എന്ന് പറയും ഗേന്ദ്. ഗേന്ദ് ബാസ് എന്ന് പറയും എന്തിന്, ബോളർക്ക്, ഗേന്ദ് ബാസ്. ബല്ലേബാസ് ബാറ്റ്സ്മാൻ, ഗേന്ദ് ബാസ് ബോളർ. മുഹക്കിം, അമ്പയർ, അമ്പയർ, അമ്പയർ ഉണ്ടല്ലോ, മുഹക്കിം, മുഹക്കിം, ഹുക്മ നടത്തുന്ന ആൾ. ജിസ്ഉൻ, സ്റ്റംപ്, സ്റ്റംപ്, സ്റ്റംപ് ഉണ്ടല്ലോ. ഉറുദു ഏകദേശമൊക്കെ ഇംഗ്ലീഷ് തന്നെ കേട്ടോ. അൽ അൽആബ് റിയാദിയ. ഖേൽകൂദ്, അത്ലറ്റിക്, ഉറുദുവിലെ തന്നെ ഈത്ലറ്റിക്, ഉറുദുവിൽ ഈത്ലറ്റിക്. ഖേൽകൂദ്, അത്ലറ്റിക്സ്, ഈ ഓട്ടം ചാട്ടമൊക്കെ ഉണ്ട്, അതിന് എന്താ പറയുക, അത്ലറ്റിക് എന്ന് പറയും. ഓട്ടത്തിനും ചാട്ടത്തിനൊക്കെയാണ് അത്ലറ്റിക് എന്ന് പറയാം. അതിന് ഉറുദുവിൽ ഈത്ലറ്റിക് എന്നും ഖേൽകൂദ് എന്നും പറയാം. ഉർജുഹത്തുൻ, ഹണ്ടൂല, സിങ്, സിങ്. ഉർജുഹത്തുൻ, സിങ്. ലുഅബത്തുൻ, ഖിലോന, ടോയ്. ഉർജുഹത്തുൻ എന്ന് പറഞ്ഞാൽ ഹണ്ടൂല, സിങ്.
ലുഅബത്തുൻ എന്ന് പറഞ്ഞാൽ കളിപ്പാട്ടം, കിലോന. എന്നാൽ ഹണ്ടൂല എന്ന് പറഞ്ഞാൽ ഊഞ്ഞാലേ, ഊഞ്ഞാലല്ലേ. ഉർജുഹത്തുൻ ഹണ്ടൂല സിങ് എന്ന് പറഞ്ഞാൽ ഊഞ്ഞാൽ, ഊഞ്ഞാലിനാണ് സിങ് എന്ന് പറയുക കേട്ടോ. ഇത്രയും പദങ്ങളും നമ്മൾ പഠിച്ചു. പിന്നെ പാരഗ്രാഫ് എങ്ങനെ ട്രാൻസ്ലേറ്റ് ചെയ്യാമെന്ന് പഠിച്ചു. അപ്പോൾ ഇത് നേരെ പഠിച്ചു വരണം ഇൻഷാ അല്ലാഹ്. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ നിങ്ങൾ ചെയ്യേണ്ടത് ആ മുമ്പ് തന്ന കഥ ഉണ്ടല്ലോ അത് ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യുക. അതേപോലെ ഇതിലെ ഒരു 10 ഇതിൻ്റെ പകുതി പദങ്ങൾ ഇന്നെടുത്ത ഹദഫ് വരെ, ഗോൾ എന്ന വരെയുള്ള ആ പദങ്ങളുണ്ടല്ലോ അതിൻ്റെ അറബി, ഇംഗ്ലീഷ്, ഉറുദു നിങ്ങൾ വോയിസായിട്ട് അയച്ചു തരികയും ചെയ്യും ഇൻഷാ അല്ലാഹ്. അപ്പോൾ ഓക്കെ, റെഡി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.